നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വാഹനം നമ്മൾ റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ബാക്ക് വരെ ചേർത്ത് നിർത്തുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു റിബൺ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് നിങ്ങളെ ഉദാഹരണത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മതിലായിട്ട് കണക്ക് കൂട്ടാം, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ കാർ പോർച്ചായിട്ട് കണക്ക് കൂട്ടാം. അതായത് നമ്മുടെ ബാക്കിലെ ഭിത്തിയാണിത്. ഈ ബാക്കിലെ ഭിത്തിയുടെ അവിടം വരെ ചേർത്ത്, അതായത് ഇതുപോലെ ഇത്രയും ഗ്യാപ്പ് ഇട്ടല്ല വണ്ടി നിർത്തുന്നത്, ഇത്രയും ചേർത്ത് കറക്റ്റായിട്ട് ഇത്രയും ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് നനയത്തില്ല. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കറക്റ്റ് നമ്മൾ ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ആ മിററിൽ കൂടെ നോക്കുമ്പോൾ ഒരുപാട് കയറി കിടക്കുവാണെന്ന് തോന്നാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും ഗ്യാപ്പ് ഇട്ടങ്ങ് നിർത്തും. പക്ഷെ നമ്മൾ ഇറങ്ങി നിന്ന് നോക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഇത്രയും ഗ്യാപ്പിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ വാഹനത്തിനുള്ളിൽ ഇരുന്ന് തന്നെ കറക്റ്റായിട്ട് ഇവിടെ ചേർന്ന് കിടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് തരാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഇപ്പോൾ അതിനായിട്ട് ഞാൻ വണ്ടിയെ കയറി. ഇപ്പോൾ നമ്മൾ വണ്ടിയെ കയറി നമ്മളിപ്പോൾ കാർ പോർച്ചിലോട്ട് വണ്ടി കയറ്റുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ വണ്ടി വെളിയിൽ നിന്ന് കയറ്റാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ അതുകൊണ്ടാ നമുക്ക് അവിടെയാണ് ആ കുറ്റി വെച്ചിടത്താണ് പോകേണ്ടത്. ഇപ്പോൾ അതിനായിട്ട് ഞാൻ വണ്ടിയെ കയറിയിട്ട് നമ്മൾ ആദ്യം മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ ഓരോ വീഡിയോയിലും പറഞ്ഞുകൊണ്ട്, കാരണം പ്രത്യേകിച്ച് നമ്മൾ റിവേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അതായത് നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ആക്കി വെക്കുക. അല്ലാതെ സെൻട്രലിലെ മിററല്ല നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നോക്കേണ്ടത്. നമ്മൾ ഈ രണ്ട് സൈഡിലെ മിററുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ രണ്ട് സൈഡിലെ മിററുകൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കാൽ ഭാഗമായിരിക്കണം വെക്കേണ്ടത്. അതായത് നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് നമുക്ക് ഈ ഒരു രീതി വേണം വെക്കാൻ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത് എന്നിട്ട് ഇങ്ങനെ പകുതിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താത്തോ ഇങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റായിട്ട് കാൽ ഭാഗം മിറർ നമുക്ക് ഈ ഒരു രീതിയിൽ കാൽ ഭാഗം മുക്കാൽ ഭാഗം വ്യൂവും അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റായിട്ട് കിളരും അതുപോലെ തന്നെ രണ്ട് ഭാഗം സെൻട്രലായിരിക്കണം. ഇങ്ങനെ വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഷോൾഡർ കറക്റ്റായിട്ട് ചാരിച്ച്. അല്ല നമ്മൾ ഒരു കാരണവശാലും തല പൊക്കി എന്ത് ചെയ്യരുത്, നോക്കാനും പാടില്ല. അതുപോലെ തന്നെ തല കുനിച്ച് നമ്മുടെ സീറ്റ് ഇരുന്നുകൊണ്ട് തല കുനിച്ച് നോക്കാൻ പാടില്ല, കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റിവേഴ്സ് എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ആ മിററിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മിററിനെ പറ്റിയൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ മിററിൽ തന്നെ നോക്കുക. ഈ മിററിൽ തന്നെ നോക്കി നമ്മൾ ബാക്കോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് എവിടെയാണ് നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് ആ മിററിൽ കറക്റ്റായിട്ട് നോക്കി ഏത് ഭാഗം വന്നപ്പോഴാണ് അവിടെ കറക്റ്റായിട്ട് നേരെ ആയെന്ന് ഞാൻ എടുത്തതിന് ശേഷം പറയാം. അതിനാണ് ഞാൻ വണ്ടി എടുക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് നമ്മളെ റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും പവറുള്ള ഗിയറാണ് റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഗിയറിന്റെ സ്പീഡ് ഉണ്ടാകും. അപ്പം നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ കാർ പോർച്ചിലൊക്കെ കയറ്റുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് മൊത്തം കാലെടുത്തിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ബാക്കിലോട്ട് എടുക്കാൻ നിൽക്കരുത്. കാരണം എന്ത് ചെയ്യും, വണ്ടിക്ക് സ്പീഡ് കൂടിപ്പോൾ അഥവാ നമുക്ക് കാരണം ഗ്യാപ്പ് കുറവാകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഗ്യാപ്പ് കുറവുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, സ്പീഡ് കൂടുന്ന കാരണം നമുക്ക് അത്ര പെട്ടെന്ന് എന്ത് ചെയ്തില്ല, സ്റ്റിയറിംഗ് തിരിഞ്ഞു വരില്ല. ഗ്യാപ്പ് കുറവുള്ളിടത്തോളം നമുക്ക് സ്വല്പം കൂടെ ഗ്യാപ്പ് ഉള്ളിടത്ത് മാത്രം എന്ത് ചെയ്യാവും ആ ഒരു രീതിയിൽ എടുക്കുക. അല്ലാതെ മൊത്തം നമ്മൾ എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്. ഞാനിപ്പം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നുള്ളൂ. ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്ത് എന്ത് ചെയ്യും, ബാക്കിലോട്ട് പോവുകയാണ്. ഇപ്പം ഞങ്ങളുടെ ബാക്കിലോട്ട് ഞാൻ പോവാണ്. ഇപ്പം നമ്മൾ ഈ മിററിന് അതോടെ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ അതേ മുട്ടിയതായിട്ട് നമുക്ക് തോന്നും, അതല്ലേ ബാക്ക് സൈഡ് മുട്ടിയതായിട്ട് തോന്നും. ബാക്കിലോട്ട് മുട്ടിയില്ല, ഇനി ഒരുപാട് വരാനുണ്ട്. നിങ്ങളത് ഇപ്പം ഇറങ്ങി കാണിച്ചു തരാം. അപ്പൊ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് അവിടെ, കണ്ടില്ലേ, ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ വാഹനത്തിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് അവിടെ എത്തി മുട്ടിയതായിട്ട് തോന്നും. അപ്പം ഞാൻ ഒന്നുകൂടെ ബാക്ക് എടുക്കുകയാണ്. കറക്റ്റ് അതിന് ചേർത്താണ് ഞാൻ ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യണം, ഞാനത് കറക്റ്റായിട്ട് അതിനോട് ചേർത്ത് കൊണ്ട് നിർത്താൻ പോവുകയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഞാനത് ഇറങ്ങി കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കറക്റ്റ് എനിക്ക് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ആ ലൈനുമായിട്ട് കറക്റ്റായി. ഞാൻ വണ്ടി ഓഫ് ചെയ്ത് കാണിച്ചു തരാം.
കണ്ടില്ലേ? ഇപ്പൊ എന്ത് ചെയ്തു? കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്തു? കറക്റ്റ് ലൈനിൽ വന്നു. കണ്ടില്ലേ? അതിപ്പോ നമ്മൾ വണ്ടിക്കകത്ത് നമ്മൾ മുമ്പേ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഈ മൂല കറക്റ്റായിട്ട് വന്നായിട്ട് തോന്നിയോണ്ട് എന്ത് ചെയ്തു? ഇത്രയും ഗ്യാപ്പിൽ നമ്മൾ അന്നേരം കൊണ്ട് നിർത്തിയത്. ഇപ്പൊ ഇത്രയും വന്നു. ഇപ്പൊ ഇത്രയും വന്നത് എങ്ങനെയാണ്? ഇപ്പൊ വണ്ടിക്കകത്തോടെ തന്നെ കറക്റ്റായിട്ട് ആയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുപോലല്ല. അതായത് ഈ ഡിക്കി ഇല്ലാത്ത വാഹനത്തിന്, അതായത് നമുക്ക് ബാക്കിലോട്ട് ഡിക്കി ഇല്ല. കണ്ടില്ലേ? അംബാസിഡർ പോലെ ഡിക്കി ഇല്ല. ഇങ്ങനെയുള്ള വാഹനത്തിന്റെ എന്ത് ചെയ്യണം? ഈ ഒരു ഡോറിന്റെ പിടി കണ്ടില്ലേ? ഈ ഒരു പിടിയായിട്ട് നമുക്ക് ആ വാഹനത്തിനുള്ള, അതാണ് ഞാൻ മിറർ കറക്റ്റായിട്ട് ആക്കി വെക്കണമെന്ന് പറഞ്ഞത്. മിററിനകത്തോടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു പിടിയുടെ ഈ ഭാഗം എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ലൈനുമായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ഇത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മിററിനകത്തോടെ നോക്കുക, അതിങ്ങനെ തന്നെ എത്തിക്കുക. ഇത് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്ക് ഈ കറക്റ്റ് ലൈനായിട്ട് വരത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മൾ മിററിനകത്തോടെ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നോക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വണ്ടി അടുത്തായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇവിടെയല്ല നോക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ഈ ഡിക്കി ഇല്ലാത്ത വാഹനത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പിടിയുടെ ഈ ഒരു ഭാഗം നോക്കി കറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടുത്തെ ഗ്യാപ്പ് നോക്കിയാൽ മതി. ഇവിടുത്തെ ആ ഗ്യാപ്പുമായിട്ട് നമ്മൾ അവിടെ കയറി വരുന്ന സമയത്ത് ആ മിററെ കൂടെ നമുക്ക് ഗ്യാപ്പ് നോക്കി എന്ത് ചെയ്താൽ ഈ ലൈനുമായിട്ട് കറക്റ്റായിട്ട് ഈ ഒരു പിടി വരുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? അവിടെ നിർത്തിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആകും. ഇപ്പോൾ എല്ലാ വാഹനത്തിനും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ല. നമുക്ക് ഡിക്കിയുള്ള വാഹനം എന്ത് ചെയ്തും വ്യത്യാസങ്ങളുണ്ട്. അത് വേറൊരു വീഡിയോ ഞാനത് പറഞ്ഞു തരാം. അതെങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് എന്നുള്ളത് ഞാനൊരു വേറെ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൽ ഫിറ്റ് ആകാം. അതുപോലെ തന്നെ നമുക്ക് എന്താണെങ്കിലും നമുക്കൊരു ബാക്കിലോട്ട് വണ്ടി ചേർത്തിടണമെന്നുണ്ടെങ്കിൽ ഒരാളെ ആശ്രയം കൂടെ. അതെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് ഈ മിററിനകത്തോട് നോക്കിയിട്ട് കറക്റ്റായിട്ട് മുട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്രയും സ്പേസിലാണ് കൊണ്ട് നിർത്തും. എന്നിട്ട് ഇറങ്ങി നോക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും അതുപോലെ തന്നെ പലരും ഇറങ്ങിയിട്ട് പറഞ്ഞു കൊടുക്കണം, കയറി വരട്ടെ, ബാക്കിലോട്ട് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം ഒരാളുടെ ആശ്രയം കൂടാതെ തന്നെ എന്ത് ചെയ്യും? മിററിൽ നോക്കി നമ്മളൊരു വാഹനം ഓടിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞു തരുന്ന മിററിൽ നോക്കി നമ്മളൊരു എച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് തന്നെ ഒരാളുടെ ആശ്രയം കൂടാതെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തിനെ പറ്റിയാലും ഒരു കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും, വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.